ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക ആതിരയോട് താഴേക്ക് ഇറങ്ങി വന്ന് ജോലിയൊക്കെ ചെയ്തു തുടങ്ങാനായി ആവശ്യപ്പെട്ടു. അത് കേട്ടതും ആതിര അവന്തികയുടെ വാക്കുകൾ വിശ്വസിച്ച് താഴേക്ക് താൻ വന്നോളാമെന്ന് പറഞ്ഞ് അവന്തിയെ പറഞ്ഞേക്കണം. അവന്തിക താഴെ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ അമ്പിളി മോപ്പ് ഉപയോഗിച്ച് തറയെല്ലാം തുടച്ചുകൊണ്ടിരിക്കുന്നത് അവന്തിക കണ്ടു. കുറച്ചു നേരത്തേക്ക് ആതിര അവിടേക്ക് വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവന്തിക നിൽക്കുമ്പോഴേക്കും ആതിര താഴേക്കെത്തി. ആതിര അരികിൽ വന്നതും അവന്തിക പറഞ്ഞു, ആതിരെ, നീ കിച്ചണിൽ ചെന്ന് അർച്ചനയെ സഹായിക്കുക. അർച്ചനയെ അരികിലേക്ക് ആതിര പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് ജോലി ചെയ്യുന്ന അമ്പിളിയെ നോക്കിയിട്ട് അവന്തിക പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട ആതിരെ, അമ്പിളി നീ ഇങ്ങ് എഴുന്നേറ്റ് വന്നേ എന്ന് പറഞ്ഞു അമ്പിളിയുടെ കയ്യിലിരുന്ന ആ മോപ്പ് വാങ്ങിച്ച് ആതിരയുടെ കയ്യിലേക്ക് അവന്തിക നൽകി. ഇനിയും ആതിര വേണം ഇനി എല്ലാ ദിവസവും ഇവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടാൻ. ഡോക്ടർ പറഞ്ഞത് അടങ്ങിയിരിക്കണ്ട എന്നല്ലേ, ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങണം എന്നല്ലേ. അതുകൊണ്ട് ഇനി മുതൽ ആതിരയുടെ ജോലിയാണത്. അമ്പിളി നീ അങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ അമ്പിളി ആകെ സംശയത്തോടെയും വിഷമത്തോടെയും അവന്തികയുടെ നോക്കി. അവന്തിക രൂക്ഷമായി നോക്കിയതും അമ്പിളി ഒന്നും മിണ്ടാതെ തല കുനിച്ചുകൊണ്ട് അവിടെ നിന്ന് പോന്നു. ഈ സമയത്ത് ആതിര ആ മോപ്പ് ഉപയോഗിച്ച് തറ തുടയ്ക്കുന്നത് കണ്ട് അവന്തിക കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. എന്താ മോളെ, നിനക്ക് അതുകൊണ്ട് പറ്റുന്നില്ലേ? നിന്റെ ശരീരമൊന്നും ശരിക്കും അനങ്ങുന്നില്ലല്ലോ. ഡോക്ടർ പറഞ്ഞത് ശരീരം നന്നായി അനങ്ങണമെന്നാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ആ മോപ്പ് ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് ആതിരയുടെ കയ്യിൽ നിന്ന് അവന്തിക ആ മോപ്പ് വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ദാ ആ ബക്കറ്റും വെള്ളവും ഉണ്ടല്ലോ, ആ ബക്കറ്റിനകത്ത് തുണി ഇട്ടിട്ട് ആ തുണി കൊണ്ട് നിലം തുടച്ചാൽ മതി. അത് മതി, അതാ നല്ലത്. തുണി ഉപയോഗിച്ച് നിലം തുടയ്ക്കുമ്പോൾ നടുവും ശരീരമൊക്കെ ഇളകിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, അയ്യോ ചേച്ചി, എനിക്ക് അധികം നേരം കുത്തിയിരുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല എടുത്തി എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് അങ്ങനെ വേണം ചെയ്യാനെന്നാണ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം മോളെ. നീ എന്തായാലും അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് വേണം ജോലികൾ ചെയ്യാൻ. മോളെന്തായാലും വേഗം പോയി അത് ചെയ്യുക എന്ന് പറഞ്ഞ് ആതിരയോട് ഇരുന്ന് നിലം തുടയ്ക്കാനായി അവന്തിക നിർബന്ധിക്കുന്നു. ആതിര മനസ്സോടെ ആ ബക്കറ്റും വെള്ളം എടുത്തുകൊണ്ട് വന്ന് നിലത്ത് തുണി ഉപയോഗിച്ച് തുടയ്ക്കാനായി ആതിര തുടങ്ങി. ഇത് കണ്ട് അവന്തിക ആസ്വദിച്ച് അപ്പുറത്തെ സെറ്റിയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. അവന്തികയ്ക്ക് ആതിരയോട് ദേഷ്യമുള്ളതും ആതിരയുടെ വയറ്റിലെ കുഞ്ഞ് എന്നേക്കുമായി ഇല്ലാതാകണമെന്നുള്ള ചിന്തയോടെയും ആതിര ആ ജോലി ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് പുറത്തു പോയ സേതുമാധവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. സേതുമാധവൻ അകത്തേക്ക് കയറി വരുമ്പോൾ കണ്ടത് ആതിരയെ കൊണ്ട് തറ തുടപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് കണ്ടതും സേതുമാധവൻ അപ്പുറത്തിരിക്കുന്ന അവന്തികയെ വിളിച്ചു. അവന്തികയെ ആ വിളി കേട്ടതും അവന്തിക ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താച്ചാ എന്ന് ചോദിച്ചപ്പോൾ അവന്തികയോട് സേതുമാധവൻ പറഞ്ഞു, അല്ല, ഈ കുട്ടിയെ കൊണ്ടാണോ ഈ ജോലിയൊക്കെ ചെയ്യിക്കുന്നത്? കുട്ടി നീ എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് ആതിരയോട് എഴുന്നേൽക്കാനായി സേതുമാധവൻ അറിയിച്ചു. ആതിര എഴുന്നേറ്റതും ഉടനെ സേതുമാധവന്റെ ആ ശബ്ദം കേട്ട് കിച്ചണിലായിരുന്ന അമ്പിളിയും അർച്ചനയും വേഗം അവിടേക്ക് എത്തി. അർച്ചന വന്ന് നോക്കുമ്പോൾ കാണുന്നത് നിലത്തിരുന്നുകൊണ്ട് നിലം ആ ബക്കറ്റിൽ നിന്ന് വെള്ളം തൊട്ട് നിലം തുടച്ചുകൊണ്ട് ഇരിക്കുന്ന ആതിരയും. അത് കണ്ടതോടെ സേതുമാധവൻ പറഞ്ഞു, അവന്തികെ, ഈ വീട്ടില് ഇത്തരം ജോലികൾ ചെയ്യാനൊന്നും ഇവിടെ ആളുകളില്ലേ? മുമ്പ് ഈ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നവർക്കൊക്കെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ലേ? അമ്പിളിക്കെന്താ ഇതൊക്കെ ചെയ്യാനുള്ള നേരമില്ലേ എന്ന് സേതുമാധവൻ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അയ്യോ അച്ഛാ, ഡോക്ടർ പറഞ്ഞതല്ലേ ജോലിയൊക്കെ ചെയ്യിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, ഡോക്ടർ ജോലി ചെയ്യിക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെ കുത്തിയിരുന്ന് നിലം തുടപ്പിക്കണം എന്നതല്ല, മറിച്ച് ചെറിയ ചെറിയ ജോലികൾ. കുട്ടി എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് ആതിരയോട് അവിടുന്ന് എഴുന്നേറ്റ് ഇനി മേലാൽ ഇത്തരം ജോലികൾ ചെയ്യരുതെന്ന് സേതുമാധവൻ പറഞ്ഞു. അതെ, ആരെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ജോലികളാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത്. അത് കുട്ടി തന്നെ അത് മനസ്സിലാക്കി വേണം നീ ജോലികൾ ചെയ്യാൻ. പിന്നെ ഇതൊക്കെ ചെയ്യണമെന്നൊന്നും തന്നെയില്ല. ഇങ്ങനെ ജോലികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീട്ടുജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നും തന്നെയില്ല. അല്പനേരം ദേഹം ഒന്ന് അനങ്ങണമെന്നുണ്ടെങ്കിൽ അത് പുറത്ത് 3-4 വട്ടം ഒന്ന് പതുക്കെ നടന്നാൽ മതി. അതുമാത്രം ചെയ്താൽ മതി. പിന്നെ അച്ഛനയുടെയും അവന്തികയുടെയും നേരെ തിരിഞ്ഞ് സേതുമാധവൻ പറഞ്ഞു, മുമ്പ് ഈ ജോലികളൊക്കെ ചെയ്തിരുന്നവർക്കൊക്കെ ഇപ്പോഴെന്താ ഇത്തരം ജോലികളൊന്നും ചെയ്യാൻ നേരമില്ലേ? ഓ, ഇപ്പോൾ എല്ലാവരും അങ്ങ് കൊച്ചമ്മമാരായി പോയല്ലോ അല്ലേ എന്ന് സേതുമാധവൻ ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് എന്തായാലും ഇനി ഇവിടെയുള്ളവർക്ക് ഈ ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വേറെ ആളുകളെ അതിന് നിയമിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തിക വേഗം ആതിരയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു,
ആതിര, നീ ആ തുണി ഇങ്ങ് തന്നേക്ക്. മോള് റൂമിലേക്ക് പോയിക്കോ. ഞാൻ ചെയ്തോളാം എന്ന് അവന്തിക പറഞ്ഞത് കേട്ട് സേതുമാധവൻ ചോദിച്ചു, അവന്തികെ, അവന്തികയ്ക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ടേ? അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, പോണോ അച്ഛാ, ഞാൻ ഈ ജോലി ചെയ്തതിന് ശേഷം പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, അവന്തികെ, നീ ഓഫീസ് ജോലി മാത്രം ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അവര് ഇത്തരം ജോലികളും പുറംപണിയും ഒക്കെ ചെയ്തോട്ടെ. നീ അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാനതിന് വേറെ 2-3 ആളുകളെ നിർത്തിക്കോളാം എന്ന് പറഞ്ഞ് സേതുമാധവൻ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും അർച്ചന ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, മോളെ ആതിരെ, നിന്നോടാരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഉടനെ സേതുമാധവൻ അവന്തിയെ നോക്കിയിട്ട് പറഞ്ഞു, അവന്തികെ ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് അവന്തികയെ വിളിച്ചുകൊണ്ട് സേതുമാധവൻ മുകളിലേക്ക് പോയി. ആതിരയുടെ അരികിലേക്ക് അർച്ചന എത്തിയിട്ട് പറഞ്ഞു, മോളെ നീ പോയിക്കോ, ചേച്ചി ഇതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ആതിരയ്ക്കും ആകെ വിഷമമായി. അർച്ചനയെ കുറ്റപ്പെടുത്തി സേതുമാധവൻ സംസാരിച്ചത് തനിക്ക് കൂടി, അല്ലെങ്കിൽ താൻ കാരണം കൂടി ആയതുകൊണ്ട് ആതിര വല്ലാത്ത വിഷമത്തിൽ നിന്നു. ഉടനെ അർച്ചന പറഞ്ഞു, മോളെ നീ റൂമിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആതിരയെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ആതിര മുകളിലേക്ക് പോകുമ്പോൾ ആകെ വിഷമത്തോടെ ആ സ്റ്റെയർ കയറി പോകുന്നത് അർച്ചന നോക്കി നിൽക്കുന്നു. ആതിര മുകളിലേക്ക് പോകുമ്പോഴും ഒന്നുകൂടി ചേച്ചിയെ നോക്കി ആകെ വിഷമത്തോടെ അല്പനേരം അവിടെ നിന്നു. അതിനുശേഷം ഒന്നും മിണ്ടാൻ കഴിയാതെ ആതിര റൂമിലേക്ക് പോയി. ഈ സമയത്ത് അർച്ചന ആതിര ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്ന് ചെയ്തു തുടങ്ങി. അപ്പോഴാണ് മുകളിലെത്തിയ സേതുമാധവൻ തനിച്ച് നിൽക്കുന്നുണ്ട്. അവിടേക്ക് എത്തി അവന്തിക അച്ഛ എന്ന് വിളിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, അവന്തികെ, ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിന്റെ മനസ്സിൽ സന്ദീപും അനഘയും തമ്മിലുള്ള വിവാഹം നടക്കാതെ പോയതിന്റെ പേരിൽ ആതിരയോട് എന്തെങ്കിലും വിദ്വേഷമോ പിണക്കമോ എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, എന്തിനാച്ചാ ഞാൻ ഇനി പകയും വിദ്വേഷമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ഇപ്പോ സന്ദീപിന്റെ ഭാര്യയായി നമ്മുടെ വീട്ടിൽ കഴിയുകയല്ലേ ആ കുട്ടി. എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ടോ അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ചിട്ടോ കാര്യമൊന്നുമില്ലല്ലോ എന്ന് അവന്തിക സേതുമാധവനോട് പറഞ്ഞു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നന്നായി. ഞാൻ അവന്തികയെ വിളിപ്പിച്ചത് ഇപ്പോ അതൊന്നും പറയാനല്ല. ആതിര ഈ വീട്ടിലെ പെൺകുട്ടിയാണ്. ഞാനിപ്പോ അവന്തികയോട് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. അവന്തികയ്ക്ക് ഒരു പ്രത്യേക ചുമതല തരാൻ കൂടിയാണ് ഞാൻ വിളിപ്പിച്ചത്. ആതിരയുടെ കാര്യത്തിൽ ഇനി എല്ലാ വേണ്ട ശ്രദ്ധകളും കൊടുക്കേണ്ടത് അവന്തികയാണ്. ആതിര ഇന്ന് സംഭവിച്ചതുപോലെ ഇത്തരം ജോലികളൊന്നും ഇനി ചെയ്യാൻ പാടില്ല. അത് കൃത്യമായി അവന്തിക ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. മാത്രമല്ല, ഇനി എന്തെങ്കിലും കാര്യത്തിൽ സംശയം മറ്റോ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ വിളിച്ച് ആ സംശയം നീക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യിക്കുവാൻ. എന്തെന്ന് വെച്ചാൽ പ്രത്യേക പരിഗണന എല്ലാ രീതിയിലും ആതിരയുടെ മേലുണ്ടാകണം. എല്ലാവരുടെയും ശ്രദ്ധയും ആതിരയുടെ മേലുണ്ടാകണം. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ പിണക്കത്തിലും നീരസത്തിലും ആണെങ്കിൽ പോലും ദയാനന്ദ മാഷും കമലയും ആതിരയെ ഈ വീട്ടിൽ നമ്മളെല്ലാവരും സുരക്ഷിതമായി നോക്കുന്നുണ്ടെന്നും നമ്മളെല്ലാവരും വേണ്ട രീതിയിൽ ഉണ്ടാകുമെന്നും ഇവിടെ ആതിരയ്ക്ക് സുരക്ഷിതത്വമുണ്ടെന്നും ഉള്ള വിശ്വാസത്തിലാണ് അവരിപ്പോഴും ആ വീട്ടിൽ കഴിയുന്നത്. എന്നാൽ മറിച്ച് ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവരിവിടെ നിന്ന് ആതിരയെ കൂട്ടിക്കൊണ്ടുപോകും. ആതിര ഇപ്പോൾ സന്ദീപിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് സന്ദീപിന്റെ ഭാര്യ കഴിയേണ്ടത് സന്ദീപ് എവിടെ കഴിയുന്നോ അവിടെയാണ്. അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞും ആ കുഞ്ഞും അവന്റെ ഭാര്യയും ഉണ്ടാകേണ്ടത് അവൻ ഏത് വീട്ടിൽ കഴിയുന്നോ ആ വീട്ടിലാണ്. അതുകൊണ്ട് ആതിര ഈ വീട്ടിൽ തന്നെ കുഞ്ഞിനോടൊപ്പം എന്നും ഉണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യം കൂടി അവന്തിക മനസ്സിലാക്കണം. ആതിരയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഞാൻ അകൽച്ചയും ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പിണക്കമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ എൻ്റെ മനസ്സിലും ആ കുട്ടി എനിക്ക് ജനിക്കാൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ്. അതായത് ഈ നെല്ലിശ്ശേരി കുടുംബത്തില് ഈ സേതുമാധവന് ജനിക്കാൻ പോകുന്ന, സേതുമാധവനെ മുത്തശ്ശൻ എന്ന് വിളിക്കാൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടി. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിക്ക് ഒരാപത്തും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ സർവ്വ സ്വത്തുക്കളുടെയും അനന്തരാവകാശി കൂടിയാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ ജനനശേഷം ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ച് ശിഷ്ടകാലം ഗുരുജിയോടൊപ്പം ആശ്രമ ജീവിതം നയിക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് സേതുമാധവൻ അവന്തികയോട് തുറന്നു പറയുന്നു. സേതുമാധവന്റെ ആ തുറന്നു പറച്ചിൽ കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിന്നു. അവസാനം സേതുമാധവൻ പറഞ്ഞു, അവന്തിയെ, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, മനസ്സിലാവുന്നുണ്ടച്ചാ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്ന് സേതുമാധവനോട് അവന്തിക അറിയിച്ചു. അതിനുശേഷം അവന്തിക അവിടെ നിന്ന്
സേതുമാധവനോടൊന്ന് പോകുന്നത് വരെ നോക്കിയിരുന്നു. ഇനി ഒരു കാരണവശാലും ആതിരയ്ക്കോ കുഞ്ഞിനോ ഒരാപത്തും സംഭവിച്ചുകൂടാ. ആതിരയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഉണ്ടാകരുത്. ഈ വീട്ടിൽ അവർ സുരക്ഷിതരായിരിക്കണം. അത് അവന്തികയുടെ ചുമതലയാണ് എന്ന് സേതുമാധവൻ അവന്തികയോട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം സേതുമാധവൻ അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും അവന്തിക മനസ്സിൽ പറഞ്ഞു, ഓഹോ, ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇയാളുടെ അനന്തരാവകാശി, അതായത് ഈ സ്വത്തിന്റെ എല്ലാം അധികാരിയും അവകാശിയും അല്ലേ? അത്രത്തോളമൊക്കെ ഈ കിളവൻ കടന്ന് ചിന്തിച്ചു കഴിഞ്ഞു അല്ലേ? എന്നാൽ ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നില്ല. ആതിരയുടെ വയറ്റിൽ ജനിച്ചു തുടങ്ങിയ, ആതിരയുടെ വയറ്റിൽ പിറക്കാനായി തയ്യാറെടുക്കുന്ന വളർന്ന ആ കുഞ്ഞിനെ ഈ പുറം ലോകം കാണാൻ, ഈ ലോകം കാണാൻ ഞാൻ അനുവദിക്കില്ല. ആ കുഞ്ഞ് ആതിരയുടെ വയറ്റിൽ തന്നെ വെച്ച് ഇല്ലാതാകും. അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഈ അവന്തികയ്ക്ക് അറിയാം എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് സേതുമാധവനോട് സംസാരിച്ചതിന് ശേഷം അവന്തിക സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് സ്റ്റെപ്പെല്ലാം തുടച്ചുകൊണ്ടിരിക്കുന്ന അർച്ചന വളരെ വൃത്തിയായി സ്റ്റെപ്പിലെ വെള്ളമെല്ലാം തുടച്ചെടുത്ത് ബക്കറ്റിലേക്ക് ആ വെള്ളത്തിൽ മുക്കി തുണി തുടച്ച് അങ്ങനെ നന്നായി കയ്യിൽ പിഴിഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്പിളി അവിടേക്ക് എത്തിയത്. അർച്ചന കുഞ്ഞെ ഒന്ന് വരാവോ എന്ന് ചോദിച്ചുകൊണ്ട് ജോലിക്കാരി അമ്പിളി അരികിലേക്ക് വന്നു. അർച്ചന പറഞ്ഞു, അതിനെന്താ അമ്പിളി ചേച്ചി, ഞാൻ വരാലോ എന്ന് പറഞ്ഞ് വേഗം ആ ടവല് ബക്കറ്റിലേക്ക് വെച്ചതിന് ശേഷം അർച്ചന അമ്പിളിയോടൊപ്പം കിച്ചണിലേക്ക് പോയി. ഈ സമയത്ത് സ്റ്റെയർ ഇറങ്ങി വന്ന അവന്തിക കുറച്ചു നേരം അവിടെ ആ വെള്ളവുമായി അർച്ചന അവിടെ വെച്ചിട്ട് പോയത് നോക്കി. അല്പനേരം നോക്കി നിന്നതിന് ശേഷം അവന്തിക ആ ടവൽ ആ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആ വെള്ളം മുഴുവൻ അവിടുത്തെ സ്റ്റെപ്പിലെല്ലാം കോരി ഒഴിക്കുന്നു. അങ്ങനെ ആ സ്റ്റെപ്പിലേക്ക് ആ വെള്ളം മുഴുവൻ ഒഴിച്ചിട്ട് അവന്തിക ഒന്നും അറിയാത്തതുപോലെ ആ ടവലുമായിട്ട് നേരെ താഴെ വന്നതിന് ശേഷം ബക്കറ്റിലേക്ക് ആ ടവൽ തിരിച്ചിട്ടു. എന്നിട്ട് താഴെ സേഫായി വന്ന് നിന്നിട്ട് മുകളിലേക്ക് നോക്കി ആതിരയെ വിളിച്ചു. മോളെ ആതിരയെ, ഒന്നിങ്ങി വന്നേ എന്ന് അവന്തിക വളരെ സ്നേഹത്തോടെ വിളിക്കുന്നു. ദാ വരുന്നു ഏട്ടത്തി എന്ന് പറഞ്ഞ് ആതിര വേഗം സ്റ്റെയറിനരികിലേക്ക് എത്തി. എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, ആതിരെ ഇറങ്ങി വാ, എന്തെങ്കിലും കഴിക്കാം വാ എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, വേണ്ട ഏട്ടത്തി, എനിക്ക് വിശക്കുന്നില്ല. അപ്പോഴേക്കും അവന്തിക നിർബന്ധിച്ചു, ഇനി വാ, എന്തേലും കഴിക്കാവുന്നേ, ഇറങ്ങി വരാനാ പറഞ്ഞത്, വേഗം വാ എന്ന് പറഞ്ഞ് അവന്തിക ആതിരയോട് വരാനായി നിർബന്ധിച്ചു. ആതിര സ്റ്റെയർ ഇറങ്ങി പതുക്കെ താഴേക്ക് വന്നതും പെട്ടെന്ന് ആതിര ആ വെള്ളത്തിൽ ചവിട്ടി. ആതിര കാല് വെള്ളത്തിലേക്ക് ചെന്നതും ആതിര വേഗം തന്നെ ആ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് തെന്നിയടിച്ച് വീണ് നേരെ അവന്തികയുടെ മുന്നിലേക്ക് വന്ന് വീണ് കിടന്നു. അവിടേക്ക് എത്തിയതും ആതിരയുടെ ബോധം പോയി. അപ്പോഴേക്കും അവന്തിക അവളൊന്ന് ഉറക്കെ നിലവിളിച്ചു, അയ്യോ മോളെ ആതിരെ, എഴുന്നേക്ക്, നിനക്ക് എന്തു പറ്റി? ആതിരെ, അയ്യോ മോളെ എന്നൊക്കെ പറഞ്ഞ് അവന്തിക തകർത്ത് അഭിനയിക്കുന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ട് മുകളിൽ നിന്ന് സേതുമാധവൻ താഴേക്ക് പതുക്കെ ഇറങ്ങി വന്നു. കിച്ചണിൽ നിന്നിരുന്ന അർച്ചനയും അമ്പിളിയും ഒച്ച കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയതും ആതിര നിലത്ത് കിടക്കുന്നത് കണ്ട് അയ്യോ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചന അരികിലേക്ക് ഓടിയെത്തി. മോളെ ആതിരെ, ആതിരെ, മോളെ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് ആതിരയെ വിളിച്ചുണർത്താനായി അർച്ചന ശ്രമിക്കുന്നു. അപ്പോഴേക്കും ബോധം കെട്ടിക്കിടക്കുന്ന ആതിരയെ കണ്ട ഉടനെ എന്താ എന്താ ആതിരയ്ക്ക് പറ്റിയത് എന്ന് സേതുമാധവൻ അന്വേഷിച്ചു. അർച്ചന അവിടെ വന്നിരിക്കുന്നത് കണ്ട് ഉടനെ അവന്തിക പറഞ്ഞു, അത് പിന്നെ അച്ഛാ, അർച്ചന സ്റ്റെപ്പ് തുടച്ചിട്ട് ശരിക്കും വെള്ളം ഒപ്പിയെടുത്തിരുന്നില്ല. അതുകൊണ്ട് ആതിര സ്റ്റെയർ ഇറങ്ങി വന്നപ്പോൾ ആ വെള്ളത്തിൽ ചവിട്ടി നിലത്തേക്ക് വീണതാണ് എന്നറിയിച്ചു. അത് കേട്ടതും അർച്ചന ഞെട്ടലോടെ താൻ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴും തൻ്റെ മേൽ മനഃപൂർവ്വം കുറ്റം ആരോപിക്കാനായുള്ള അവന്തിയുടെ ശ്രമമാണെന്ന് അറിഞ്ഞിട്ടും അർച്ചന ഒന്നും പ്രതികരിക്കാനാകാതെ ഞെട്ടലോടെ ഇരിക്കുന്നു.